ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് വചന ശുശ്രൂഷ സമയത്ത് യേശു കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജോബ്. ഏകദേശം 25 വർഷം മുമ്പ് എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നടുവൊന്ന് വെട്ടി കഴിഞ്ഞ് പിന്നീട് തുടർച്ചയായിട്ട് എൻ്റെ പല പ്രാവശ്യം എൻ്റെ നടുവെട്ടുമ്പോൾ എനിക്ക് അനങ്ങാൻ മേല, നടക്കാൻ മേല. എന്നെ ചിലപ്പോൾ എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പലപ്പോഴും ഓഫീസിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് മാറിയിരിക്കേണ്ടി വരും. തുടർച്ചയായിട്ട് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലപ്പോഴും ഞാൻ വളരെ വേദന സഹിച്ചാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ആദ്യം ഈ തുടരെ ഉണ്ട നടുവെട്ടൽ ഫ്രീക്വൻസി കുറവായിരുന്നു. എന്നാൽ പിന്നീട് അത് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. എനിക്ക് വളരെ വിഷമമായി. 19-ാം തീയതിയാണ്, കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതിയാണ് അവസാനമായി ഇങ്ങനെ വന്നത്. വളരെ ബുദ്ധിമുട്ടായി. ഞാൻ പല ആശുപത്രിയിലും പോയി, ആയുർവേദവും അലോപ്പതിയും ഒക്കെ മാറി നോക്കി. പക്ഷേ അതിലൊന്നും യാതൊരു ഒരു കുറവും കണ്ടില്ല. 19-ാം തീയതി ഞാൻ വീണ്ടും ആശുപത്രിയിൽ പോയി. അവിടെ ഡോക്ടർ ഉപദേശിച്ചു. എക്സ്റേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 30 ദിവസത്തേക്കെങ്കിലും അനങ്ങാതെ നിങ്ങൾ വിശ്രമിക്കണം. 2 ദിവസം ഞാൻ ലീവ് എടുത്തു. പിന്നെ 2 ദിവസം ഞാൻ വളരെ വേദന സഹിച്ച ഓഫീസിലൊന്ന് പോയി. 23-ാം തീയതി അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ, ഒക്ടോബർ 23-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇതങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും ആരാധന സമയത്ത് കരഞ്ഞ് ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഈ അസുഖം, നടക്കാൻ പാടില്ലാത്ത ഈ അസുഖം ഒന്ന് മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അന്ന് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ എനിക്ക് എഴുന്നേറ്റപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. മറ്റേത് എല്ലാ ദിവസവും എണീറ്റ് വരുമ്പോൾ ഞാൻ 2 വശവും താങ്ങി പിടിച്ചുകൊണ്ടാണ് എണീറ്റ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രയാസവുമില്ല. ഏത് ജോലിയും ചെയ്യാം, കിളയ്ക്കാം, കുനിയാം, ഒരു പ്രയാസവുമില്ല. ദൈവത്തിന് 1000 നന്ദി. ഇത് എത്ര നാളായിട്ടുള്ള അസുഖമായിരുന്നു? 25 വർഷത്തോളം. 25 വർഷം മുമ്പുണ്ടായ ഒരു നടുവേദന തുടർന്ന് ആരംഭിച്ചതാണ്. അത് കഴിഞ്ഞ ഒക്ടോബർ 23-ന് ഒരു അഭിഷേകാഗ്നി സമയത്ത് കരഞ്ഞ് 2 പേരും ഒരു മനസ്സോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം സംഭവിച്ചു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളായി കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലിരുന്ന് അനേകം കോൺവെൻറ്റുകളിൽ ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളും വൈദിക സഹോദരങ്ങളും ഇപ്പോൾ ആയിരങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ കുടുംബങ്ങളോട് ചേർന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ കുട്ടികളും വിദ്യാർത്ഥികളും പ്രാർത്ഥിക്കുകയാണ്. വിവിധ പ്രായത്തിലുള്ളവർ വലിയൊരു സമൂഹത്തെ കർത്താവ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യെരമ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായം അതിൽ 21-ാം തിരുലിഖിതം, ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അരികിൽ വരും, അല്ലാതെ എൻ്റെ സന്നിധിയിൽ കാലുകുത്താൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുണ്ടാകുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ദൈവരാജ്യത്തിൻ്റെ ഈ മഹനീയ ശുശ്രൂഷയിൽ പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തീഷ്ണതയോടെ ഈ ശുശ്രൂഷ പങ്കുചേരുക. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യം അവിടെയുണ്ട്. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. 2-3 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലമാണോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ യേശു ഇടപെടാൻ വേണ്ടി ഇന്ന് സന്നിഹിതനാണ്. വിശ്വസിക്കുക മക്കളെ. കൈകൾ ഉയർത്തി ഓരോ കുടുംബത്തിനും ഭാരങ്ങൾ സമർപ്പിച്ച്, ഓരോ വ്യക്തിയുടെ വേദനകൾ സമർപ്പിക്കുക, രോഗങ്ങളുണ്ടെങ്കിൽ സമർപ്പിക്കുക, കണ്ണുനീരുണ്ടെങ്കിൽ സമർപ്പിക്കുക, കടബാധ്യതയുണ്ടെങ്കിൽ സമർപ്പിക്കുക, കുടുംബ വഴക്കുകളുണ്ടെങ്കിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തി എത്രമാത്രം ഉറക്കെ സ്തുതിക്കാമോ അത്രയും ഉറക്കെ തീഷ്ണതയോടെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു.
കുട്ടികളെ ഉണർത്തണമേ, യുവതിവാക്കന്മാരെ ഉണർത്തണമേ, ബാലികാബാലന്മാരെ ഉണർത്തണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ, സമൂഹങ്ങളെ ഉണർത്തണമേ. എല്ലാ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ, എല്ലാ കോൺവെന്റുകളെ അനുഗ്രഹിക്കണമേ, എല്ലാ കോൺവെന്റുകളെ അനുഗ്രഹിക്കണമേ, എല്ലാ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ശാന്തമായി സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിനായി പ്രാർത്ഥിക്കുവീൻ എന്നതിനെ കുറിച്ചാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നൽകും. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ ദൈവം നമുക്കായി നൽകിയിട്ടുള്ള ഒരു വാഗ്ദത്തമാണ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. അച്ഛനിത് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 10-20 വർഷക്കാലത്തെ ദൈവരാജ്യ ശുശ്രൂഷകൾക്കിടയിൽ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുള്ളതും അച്ഛൻ കേട്ടിട്ടുള്ളതുമായ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ മുമ്പിലുണ്ട്. ദൈവവചനം ശരിക്കും സ്വർഗത്തിൻ്റെ അഗ്നിയോടെ സ്നാപക യോഹന്നാൻ വചനം പ്രസംഗിച്ചതുപോലെ വചനം പ്രസംഗിക്കുന്ന അനേകം ശുശ്രൂഷകർ തിരുസഭയിലുണ്ട്. ആ ശുശ്രൂഷകർ ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ചില ആളുകൾ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടെ ആ ശുശ്രൂഷകളെ അവമതിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ എൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. നല്ല തീയായി ശുശ്രൂഷ ചെയ്യുന്ന തിരുസഭയുടെ ശുശ്രൂഷകൾ കാണുമ്പോൾ, നല്ല ശരിക്കും സ്വർഗത്തിൻ്റെ ദൂതന്മാർ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ അവമതിക്കുന്ന ആളുകളുടെ സാന്നിധ്യം, അവർ പുച്ഛിക്കുക, പരിഹസിക്കുക, എന്തോ ഈ വിവരക്കേട് ചെയ്യുന്നത് ആളുകൾ എന്നതുപോലെ ഇങ്ങനെയുള്ള ദൈവരാജ്യ വേലക്കാർ ശുശ്രൂഷകരെ കണക്കാക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ച, ദൈവമേ, എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ദൈവരാജ്യ അനുഭവം പ്രാപിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഈ രീതി, ഇത് ഇങ്ങനെ പുച്ഛവും പരിഹാസവും ഇവർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ അന്ന് വളരെ വേദനയോടെ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ചില ആളുകൾ കാണുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുകയാണ്, ഇത് സൈക്കോളജിയാണ്, ഇതെന്തോ ഒരു ടെക്നിക്കാണ്, ഒരു തട്ടിപ്പാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. ശരിക്കും യേശു വന്ന് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് ജനങ്ങളെ സുഖപ്പെടുത്തുക. പക്ഷേ കുറേ പേരുടെ ഉള്ളിൽ അപ്പം തോന്നുകയാണ്, ഇതെന്തോ സൈക്കോളജിയാണ്, ഇതെന്തോ മെസ്മറിസമാണ്, ഇതെന്തോ മെക്കാനിസമാണ്, ഇത് പാരാസൈക്കോളജിയാണ്, ഇത് എന്തോ തട്ടിപ്പാണ്, ഇത് പിശാചാണ് ഇത് പ്രവർത്തിക്കണമെന്ന് പോലും ചിന്തിക്കുന്ന ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആളുകൾ വെറുതെ പറയണമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയാം. ആയിരക്കണക്കിന് ജനങ്ങൾ രക്ഷപ്രാപിക്കുമ്പോൾ കുറച്ച് പേരെ സാത്താൻ തടവിലിട്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും അങ്ങനെയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ പുച്ഛത്തോടും പരിഹാസത്തിനും തിരുസഭയുടെ ശുശ്രൂഷകളെ, പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ആയിരക്കണക്കിന് ശുശ്രൂഷകരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന്. എന്നാൽ അവരെ അവമതിക്കുകയും ആ ശുശ്രൂഷകളെ ദുഷിക്കുകയും അതിനെ എതിർക്കുകയും പല വിധത്തിൽ അതിനെ മേൽ കുറ്റം ആരോപിക്കുകയും ചെളി വാരി എറിയുകയും ദുഷിക്കുകയും ചെയ്യുന്ന നിരവധി വ്യക്തികളെ അച്ഛൻ്റെ ശ്രദ്ധയിൽ ഈ കാലഘട്ടത്തിലും പെട്ടിട്ടുണ്ട്.
അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് സംഭവിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അത് അവർക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുടുംബത്തിൽ 10 പേരിയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വരം ലഭിച്ചിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. ഒരു 10 സിസ്റ്റേഴ്സ് ഒരുമിച്ചൊരു കോൺവെന്റ് ഇരിക്കുകയാണ്. ഈ ദൈവരാജ്യ രഹസ്യങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള വരം വർക്ക് ചെയ്യുന്ന ആ വരം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണോ അത് എന്ന് എനിക്കറിവില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, പല സ്ഥലങ്ങളിലും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് ഒരു 10 പേര് കേട്ടുകൊണ്ടിരുന്നാൽ 2 പേര് അതിനെ പരിഹസിക്കുന്നു, 2 പേര് അതിനെ ദുഷിക്കുന്നു. ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എങ്ങനെയാണ്? ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം ലഭിക്കാതെ പോയ ഹൃദയങ്ങൾ എന്ന് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുകയാണ്. സ്ലീഹന്മാരോട് ഈശോ അത് വ്യക്തമായി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്, അവർക്ക് അത് ലഭിച്ചിട്ടില്ല. പിന്നെ അവരുടെ സ്ഥിതി എന്താണ്? അത് തുടർന്ന് വരുന്ന വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് 13-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് ഞാൻ ഉപമകൾ വഴി അവരോട് സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് 13ഉം 14ഉം തിരുലിഖിതങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉപമകൾ വഴി അവരോട് സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിരവധി വ്യക്തികൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നിരവധി എല്ലാ ജീവിതാന്തസ്സിലും പെട്ട ആളുകളുടെ ഇടയിൽ ഇങ്ങനത്തെ അവസ്ഥയുള്ള ആളുകളുണ്ട്. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു എന്ന വചനം അന്വർത്ഥമാകുമാറ് ഹൃദയം കഠിനമാക്കി കണ്ണുകൾ അടച്ചു കളഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള ജീവിതങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിശ്ചിത ശതമാനം ആളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തിന് വലിയ ശക്തിവിശേഷങ്ങൾ, ദൈവരാജ്യത്തിന് വലിയ പ്രഘോഷണങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ സാന്നിധ്യങ്ങൾ, വലിയ സാക്ഷ്യങ്ങൾ അവരുടെ കണ്ണുകളുടെ മുമ്പിൽ കർത്താവ് കാണിക്കുന്നു, അവരുടെ കാതുകളിൽ കർത്താവ് കേൾപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വരുന്നു. എന്നാൽ അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ട് ഞാൻ അവരെ സുഖപ്പെടുത്തുക അസാധ്യമാകുമാറ് ഈ ജനത തങ്ങളുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു, തങ്ങളുടെ കണ്ണുകൾ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് യേശു
തൻ്റെ മുമ്പിലുണ്ടായിരുന്ന വചനം കേട്ടിരുന്ന കുറച്ച് പേരെക്കുറിച്ച്, നിശ്ചിത ശതമാനം ആളുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, അതിനുശേഷം ആ ഡിസ്കോഴ്സിന്റെ അവസാനത്തിൽ ഈശോ വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന തൻ്റെ അരികിലുള്ളവരെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അത് കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അത് കേൾക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രകൃതിയിലെ മരങ്ങളെയും സസ്യങ്ങളെയും പ്രപഞ്ചത്തെയും കാണുന്ന കാഴ്ചയെക്കുറിച്ചല്ല യേശു പറയുന്നത്. പ്രകൃതിയിലെ പാട്ടും ഡാൻസും സ്വരവും കേൾക്കുന്നതിനെ കുറിച്ചല്ല യേശു പറയുന്നത്. ദൈവരാജ്യ രഹസ്യങ്ങളെ കാണുക, ദൈവരാജ്യ രഹസ്യങ്ങൾ കേൾക്കുക. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക വരമാണ്, ഒരു കൃപയാണ്, ഒരു കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി നഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്. എന്നാൽ ആ കപ്പാസിറ്റി ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വീകരിച്ച് അതിനെ പരിചരിച്ച് അതിനെ താലോലിച്ച് അതിനെ വിലമതിച്ച് അതിനെ വളർത്തി വളർത്തി കൊണ്ടുവരുന്ന ആളുകളും ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഈശോ തൻ്റെ വചനം കേട്ട് ദൈവരാജ്യം സ്വീകരിച്ച ആളുകളെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ ഇത് കാണുന്നു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൽ 30-ാമത്തെ തിരുലിഖിതം. ഇതാ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവർ ഭക്ഷണത്തിനിരിക്കുകയാണ്. ആ രംഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. വീണ്ടും നമ്മളിത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 30-ാമത്തെ തിരുലിഖിതം. അവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഒരു സഹയാത്രികനായി യേശുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയുടെ സമാപനത്തിൽ സന്ധ്യ മയങ്ങി. അവർ ഒരു വീട്ടിൽ താമസത്തിന് കയറി. അപ്പോൾ യേശുവിനെ അവർ ക്ഷണിച്ചു. അങ്ങനെ ഒരു ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പം ആശീർവദിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചാണ് 24-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഒന്ന് വായിച്ച് കേൾക്കാം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ആന്തരികമായ നേത്രങ്ങൾ അടഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. പൊട്ട അണലിയെപ്പോലെയും പൊട്ട കുരുടിപ്പാമ്പിനെ പോലെയും ആയിത്തീരുന്ന അവസ്ഥകൾ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരംഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു പുതിയ ഹൃദയത്തിനായി പ്രാർത്ഥിക്കുവിൻ. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലോ ദൈവം അത് നൽകുക തന്നെ ചെയ്യും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിരമ്പുഴ കൺവെൻഷൻ 2013 നവംബർ മാസത്തിൽ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ കുറവലങ്ങാട്ട് നിന്ന് ഒരു ഒരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ വന്ന് ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചൊരു അനുഭവമാണത്. അദ്ദേഹം പറഞ്ഞു, ആയുസിൻ്റെ ആ കാലം വരെ അദ്ദേഹം ഇങ്ങനെയുള്ള ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയൊക്കെ വെറും ഒരു മാനുഷിക കാഴ്ചപ്പാടിലാണ് കണ്ടിരുന്നത്. ഇതൊക്കെ വെറും ഒരു സൈക്കോളജിയാണെന്നും ഇതൊക്കെ ഒരു മെസ്മറിസം പോലുള്ള ഏർപ്പാടാണെന്നും ഇതൊക്കെ തട്ടിപ്പാണെന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സത്യം അറിയണം, എനിക്കിതിൻ്റെ നിജസ്ഥിതി അറിയണം. അങ്ങനെ ഒരു നാൾ അദ്ദേഹം ശുശ്രൂഷകളിൽ പങ്കെടുത്തു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, ദൈവമേ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചന ശുശ്രൂഷയുടെ സമയത്ത് ആ മണിക്കൂറിൽ ദൈവം അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹത്തിൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ടു. അദ്ദേഹം 2013 നവംബർ മാസത്തിലെ കൺവെൻഷൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു, ഇത് സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വേദിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൻ്റെ നിശ്ചിത ലെവലിലെത്തിയപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വന്ന് വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ വാഷിങ്ടണിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ ഒരു
വളരെ ഉന്നതനായ ഒരു ശ്രേഷ്ഠ മനുഷ്യൻ, വലിയൊരു ഉദ്യോഗം, വളരെ ഉന്നതമായ ശമ്പളമുള്ള ഒരു മനുഷ്യൻ, വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ സ്റ്റേജിൽ വന്ന് ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരു 38-40 വയസ്സ് പ്രായം ഉണ്ടാവും. ഏതാണ്ട് ആ പ്രായത്തിലുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ പ്രായം വരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടെയാണ് കണക്കാക്കിയിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിയും ഒരുപാട് ഡിഗ്രിയും ഒരുപാട് ഉയർന്ന നിലവാരമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പുച്ഛവും പരിഹാസവുമായിരുന്നു. ഇതൊക്കെ തൊഴിലില്ലാത്തവർ ചിലതൊക്കെയാണ് ചെയ്ത് നടക്കണു, അല്ലാതെ ഞാനിതൊന്നും വില കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. ജീവിതത്തിൽ മുഴുവനും പ്രാർത്ഥന കൈമുതലാക്കി പിടിച്ച് പ്രാർത്ഥന ആയുധമാക്കി മാറ്റിയ എൻ്റെ അമ്മ ഒരു നാൾ എന്നോട് പറഞ്ഞു, മകനെ നീ അഭിഷേകം നീ കാണണം. എനിക്ക് ആദ്യമൊക്കെ പുച്ഛമായിരുന്നു, ഏതൊരച്ഛ വായിട്ടടിക്കണു, അതെല്ലാം കേൾക്കാൻ വേണ്ടി നമ്മുടെ സമയം കളയണോ, ഇതായിരുന്നു എൻ്റെ പ്രതികരണം. എന്നാൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ ചിന്തിക്കരുത്, ഇത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്, ഇത് ദൈവരാജ്യത്തിൻ്റെ വചനമാണ്, നീ ശ്രവിക്കണം. ഒരു ഞായറാഴ്ച അദ്ദേഹം അമ്മയുടെ കൂടെ അമ്മയുടെ അനുസരണത്തെ പ്രതി അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ ചെറിയൊരു ടച്ചിങ് ഒക്കെ കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ഞായറാഴ്ച ഒന്നും കൂടി ഇരുന്നു. ഒരു 3-4 ഞായറാഴ്ച അടുപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എളിമപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ എന്നെ സ്പർശിക്കണം, എന്നോട് അനുഗ്രഹിക്കണം, എന്നോട് കരുണ തോന്നണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, കണ്ണുകൾ രണ്ടും നിറഞ്ഞു കവിഞ്ഞ അനുതാപാർദ്രമായ ഹൃദയത്തോടെയാണ് പിന്നീട് വചനം ശ്രവിക്കാൻ സാധിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഗ്രഹിക്കാനുള്ള വരം കർത്താവ് ആ ഹൃദയത്തിന് പ്രദാനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, ഒരു പുതു ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ തരും. എങ്ങനെയാണ് ദൈവം നൽകിയ സരള ഹൃദയം, ആ മാംസള ഹൃദയം ശിലാതുല്യമായി മാറിയത്, ദൈവത്തെ അറിയാൻ കഴിവില്ലാത്തതായി മാറിയത്, ദൈവരാജ്യ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതായി മാറിയത്? ഹോസിയ 5-ാം അധ്യായം 4-ാം തിരുലിഖിതം. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ ഒരു സ്പർശനം പോലും ഇല്ലാതെ കരിങ്കല്ല് മാതിരിയുള്ള ഹൃദയം ഒരു സിമെന്റ് ചാക്കിനകത്ത് സിമെന്റ് കട്ട പിടിച്ചിട്ട് വെച്ചാൽ എങ്ങനെയാണോ അതുപോലെ പ്രാർത്ഥനയ്ക്കും ദേവാലയ കർമ്മങ്ങൾക്കും വചന ശുശ്രൂഷ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജഡിക പാപത്തിലേക്ക് വീണുപോയ നാളുകളെ കുറിച്ച് ഓർത്ത് അനുതപിക്കണം. പുകവലി, മദ്യപാനം, സ്വർഗഭോഗം, സ്വയംഭോഗം, മറ്റു തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ദൈവം അംഗീകരിക്കാത്ത തരത്തിലുള്ള പ്രേമബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ തരത്തിൽ ജഡിക സന്തോഷത്തിലേക്ക് മുഴുകിപ്പോകുന്ന ഒരു ആത്മാവാണോ വചനം പഠിപ്പിക്കുകയാണ്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലാണ്. ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ഹൃദയം വീണുപോയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് ഒരു പക്ഷേ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷൻ തോന്നുകയാണ്, പെട്ടെന്ന് റിപ്പൽഷൻ തോന്നുകയാണ്, പെട്ടെന്ന് റിയാക്ഷൻ തോന്നുകയാണ്, പെട്ടെന്ന് എതിർപ്പ് തോന്നുകയാണ്, വിമത ചിന്തകൾ തോന്നുകയാണ്. എങ്കിൽ നീ മനസ്സിൽ തളരരുത്, മനസ്സിൽ നിരാശപ്പെടരുത്. ഒരു കാര്യം ദൈവവചനം അഭ്യർത്ഥിക്കുകയാണ്, ഒരു പുതിയ ഹൃദയത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം ഹൃദയം മാറ്റി പുതിയ ഹൃദയം തരുന്ന ദൈവമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകളെയാണ് അച്ഛൻ ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ആദ്യത്തെ അന്ധകാരാവൃതമായ ഹൃദയം എടുത്തു മാറ്റി പ്രകാശമുള്ള ഹൃദയം നൽകി. ആദ്യത്തെ കഠിന ഹൃദയം മാറ്റി മാംസള ഹൃദയം നൽകി. വെറുപ്പുള്ള ഹൃദയം മാറ്റി സ്നേഹമുള്ള ഹൃദയം നൽകി. കഠിനമായ സുഖലോലുപത്തിൽ ഹൃദയം മാറ്റി പരിത്യാഗ അരൂപിയുള്ള ഹൃദയം നൽകി. എത്രയോ ജീവിതങ്ങളെ കർത്താവ് മഹനീയമാക്കി തീർത്തിരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ദൈവ പൈതലേ, ഇന്ന് നീ പ്രാർത്ഥിക്കുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്, 2 കരങ്ങൾ ഉയർത്തുകയാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വളരെ വാർദ്ധക്യത്തിരിക്കുന്ന ആളുകൾ വരെ വിവിധ പ്രായത്തിൽ വിവിധ ജീവിതാന്തരമുള്ളവരിടയിൽ ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ വരങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളുണ്ട്. നീ ഇന്ന് കരഞ്ഞാൽ, നീ ഒന്ന് ആഗ്രഹിച്ചാൽ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു മാംസള ഹൃദയം തരും, ഒരു പുതിയ ഹൃദയം തരും. ഉറക്കെ നമുക്ക് സ്തുതിക്കാം, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരുണ തോന്നണമേ, യേശുവേ ദയ തോന്നണമേ, യേശുവേ സ്പർശിക്കണമേ, യേശുവേ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവേ, കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളെ കാണണമേ കർത്താവേ, എളിമപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥകളെ അറിയണമേ കർത്താവേ. ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. കഠിനമായ ഹൃദയങ്ങൾ മാറ്റി ഒരു മാംസള ഹൃദയം നൽകാൻ ഇപ്പോൾ കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Praise the Lord. Praise the Lord. Come, Lord Jesus. ഹല്ലേലൂയ. Hallelujah. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. Hallelujah. Hallelujah. Hallelujah.